ശബരിമലയിൽ നിന്നും ഓരോ ദിവസവും ഓരോ കടത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ നിന്നും കാണാതായ ഓരോ വസ്തുക്കളുടെ വാർത്തകളാണ് ഇപ്പോൾ ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തത്വമയി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു. ശബരിമലയിൽ ചരിത്ര പഴക്കമുള്ള മണികൾ കാണാനില്ല എന്നുള്ളത്. അതിനൊരു ഉത്തരം ഇതുവരെയും ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല. അപ്പോഴിതാ അടുത്ത പരാതി വരുന്നു. അതായത് 8 വർഷങ്ങൾക്ക് മുമ്പ് 2016-17 കാലത്ത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന കാലത്താണ് ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിക്കുന്നത്. അക്കാലത്ത് പഴയ കോൺക്രീറ്റ് കൊടിമരത്തിലെ പറകളും മറ്റും നീക്കം ചെയ്ത കൂട്ടത്തിൽ കൊടിമരത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന വാജിവാഹനവും നീക്കം ചെയ്തിരുന്നു. ക്ഷേത്ര കൊടിമരത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന വാജിവാഹനം ക്ഷേത്ര തന്ത്രിക്ക് അവകാശപ്പെട്ടതെന്നാണ് പഴമക്കാർ പറയാറുള്ളത്. സാധാരണ ഇത് ഏറ്റുവാങ്ങുന്ന തന്ത്രിമാർ ആരും തന്നെ അത് സ്വന്തം ഇല്ലത്തേക്ക് കൊണ്ടുപോകാറുമില്ല. അവകാശം സ്ഥാപിച്ച് ഏറ്റുവാങ്ങിയ ശേഷം അത് ദേവസ്വത്തിലേക്ക് തന്നെ സംഭാവനയായി നൽകാറാണ് പതിവ്. അങ്ങനെ ഒരു ചടങ്ങാണ് ഈ കൊടിമരം മാറ്റുന്ന വേളയിൽ മിക്ക ക്ഷേത്രങ്ങളിലും നടക്കാറുള്ളത്. എന്നാൽ ശബരിമലയിലെ പഴയ കൊടിമരത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന വാജിവാഹനത്തിന് എന്ത് സംഭവിച്ചു എന്നുകൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. കാര്യം ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായ വിവരം ഇല്ല എന്നത് തന്നെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള സംശയം ജനിപ്പിക്കുന്നത്. വെള്ളിയിൽ നിർമ്മിച്ച സ്വർണം പൊതിഞ്ഞ ഈ വാജിവാഹനത്തിൻ്റെ വിലയോ മൂല്യമോ നിശ്ചയിക്കാൻ ആവില്ലത്രേ. ഈ വാജിവാഹനം ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ് ഭക്തരുടെ സംശയം. ഈ വാജിവാഹനം തന്ത്രിയുടെ കൈവശമുണ്ടോ, അതോ ദേവസ്വം ബോർഡിന് കൈമാറിയെങ്കിൽ അത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലുണ്ടോ? ഈ രണ്ടിടത്തുണ്ടെങ്കിലും നമ്മുടെ അന്വേഷണം സന്തോഷമാണ്. കാര്യം ഇതവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല. ഒന്നുകിൽ ഇത് തന്ത്രിയുടെ കൈവശമുണ്ട്, ഇല്ലെങ്കിൽ സ്ട്രോങ് റൂമിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് എങ്ങോട്ടേക്കാണ് പോയത്? ഇതിന് ചില സൂചനകൾ തത്വമയിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും തത്വമയി അതിൻ്റെ അന്വേഷണത്തിലാണ്.